നമസ്കാരം. ഞാനിന്നിവിടെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു മാങ്ങ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ബെല്ലൈക്കൺ ബട്ടൺ പ്രസ് ചെയ്യുകയും ചെയ്യണം. നമുക്കിനി കുക്കിങ്ങിലോട്ട് പോകാം. മാങ്ങ അച്ചാറിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. 4 മീഡിയം സൈസ് മാങ്ങയാണ്. ഇത് ഞാൻ കഴുകി വെള്ളമയമില്ലാതെ വെട്ടിയതാണ്. 2 തണ്ട് കറിവേപ്പില, 8 അല്ലി വെളുത്തുള്ളി, ഇത്തിരി മുഴുപ്പുള്ള ടൈപ്പാണ്, കുറച്ച് ഇഞ്ചി, 5 പച്ചമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, 5 ടീസ്പൂൺ മുളക് പൊടി, അത് മിക്സാണ്. 4 ടീസ്പൂൺ കശ്മീരി, 1 ടീസ്പൂൺ എരിവുള്ള മുളകാണ്, 1/2 ടീസ്പൂൺ കടുക് പൊടിച്ചത്, ആവശ്യത്തിന് കടുക്, 5 ടീസ്പൂൺ നല്ലെണ്ണ, 2 ടീസ്പൂൺ വിനിഗർ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ വേണം. അത് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആഡ് ചെയ്യാം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 5 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ചൂടായി വന്നു. അതിലേക്ക് ഞാൻ കടുകിട്ട് പൊട്ടിക്കുകയാണ്. ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, ഇതിലിട്ട് കുറച്ച് നേരം ഞാൻ വഴട്ടുകയാണ്. പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഞാൻ ഇതിലേക്ക് ഇടുന്നു. ഇതെല്ലാം കഴുകി വെള്ളമെല്ലാം ടിഷ്യൂ കൊണ്ട് തുടച്ചതാണ്. ഇതിലൊന്നിലും വെള്ളമയമില്ല. കാരണം നമുക്കിത് എത്ര നാൾ വേണമെങ്കിലും ഉപയോഗിക്കാം. അതുകൊണ്ട് വെള്ളമയമില്ലാതെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതിലൊരു തിരുത്തുണ്ട്. 5 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ്. അതുപോലെ 2 ടേബിൾ സ്പൂൺ വിനീഗറാണ് ഞാൻ എടുത്ത് വെച്ചത്. ഞാൻ ടീസ്പൂൺ എന്നാണ് പറഞ്ഞത്. ടേബിൾ സ്പൂൺ ആണ് എണ്ണയും നല്ലെണ്ണയും. വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഒന്ന് ചുമന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പൊടികൾ ചേർക്കുകയാണ്. മുളക് പൊടി, ഉലുവാപ്പൊടി, കായം, പൊടിച്ച കടുകിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് ഞാനൊന്ന് ഇളക്കുകയാണ്. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കുകയാണ്. ഇതിൽ നമുക്ക് എണ്ണയുടെ കുറവുണ്ടെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ഈ സമയത്ത് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ കൂടെ നല്ലെണ്ണ ആഡ് ചെയ്യുകയാണ്. ഞാനിതിൽ ടോട്ടൽ ഇപ്പോൾ 7 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ചേർത്തത്. അതിലേക്ക് ഞാൻ മാങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൽ ഞാൻ 3 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്.
മാങ്ങയിൽ അരപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നമ്മളിവിടെ എടുത്തു വെച്ചിരുന്ന വിനീഗറും കൂടെ ചേർക്കുകയാണ്. നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ബെല്ലൈക്കൺ ബട്ടൺ പ്രസ് ചെയ്യുകയും ചെയ്യണം. നന്ദി, നമസ്കാരം.